ഹലോ ഗൈസ്, ഐ എം ജെ ഡി ആൻഡ് വി ബിൽഡ് ബ്രാൻഡ്സ്. അപ്പം റിയൽ ബ്രാൻഡുകളുമായി കൊളാബറേറ്റ് ചെയ്തും അസോസിയേറ്റ് ചെയ്തിട്ടുള്ള റിയൽ ഇൻസൈറ്റുകൾ വെച്ചുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത്. സോ ഹൗ ടു സ്റ്റാർട്ട് എ ബിസിനസ്, ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു അനദർ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആദ്യം നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ സ്റ്റെപ്പ് ബിസിനസ്സിൽ തുടങ്ങുന്നതിന് മുന്നേ 0 to 1 എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് നിൽക്കുന്നത് 0 to 1 എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. ബിസിനസ് സ്റ്റാർട്ട് തുടങ്ങലല്ല, വ്യക്തമായ ഹോംവർക്കുകൾ കാര്യങ്ങൾ വേണ്ടതുണ്ട്. അതിൽ ആദ്യം ബ്രാൻഡിൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. 2 ബ്രാൻഡ് പൊസിഷനിങ് ആണ്. 3 ബ്രാൻഡ് ബിസിനസ് മോഡലാണ്. ഓക്കെ, ബിസിനസ് മോഡലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ വേണം. ഓക്കെ, അതിൽ കോർ സർവീസ്, നമ്മുടെ ബിസിനസ്സിൽ കോർ സർവീസസ് എന്തെല്ലാമാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റുകൾ എന്തെല്ലാമാണ്, എല്ലാം വിൽക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ഏറ്റവും പ്രോഫിറ്റ് ഉള്ള സാധനം മാത്രം വിറ്റാൽ മതി. ഹെഡേക്ക് കുറവുള്ള, ഓപ്പറേഷനലി നമുക്ക് എളുപ്പമുള്ള, മറ്റു പ്രശ്നങ്ങളോ റിസ്ക്കോ അല്ലെങ്കിൽ സീസണലി ഫ്ലക്ച്വേഷൻസ് വരുന്നതോ ആയിട്ടുള്ളതല്ലാത്ത, എപ്പോഴും നമുക്ക് ഫാസ്റ്റ് സെല്ലിംഗ് ആയി വിൽക്കാൻ പറ്റുന്ന സർവീസും പ്രൊഡക്റ്റും വേണം നമ്മൾ സെർവ് ചെയ്യാനും സെലക്ട് ചെയ്യാനും. ദെൻ കോർ ഓഫർ, ആളുകൾ മേടിക്കുക ഓഫറാണ്. സോ വ്യക്തമായ ഓഫർ ഓർ പ്രൈസിങ് സ്ട്രാറ്റജി നിങ്ങൾ അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. കോംബോ ഓഫറായിട്ടോ അല്ലെങ്കിൽ ആളുകൾക്ക് ഫീസിബിൾ ആയ, ആളുകളുടെ സൈക്കോളജിക്കലി ആയ അവരുടെ ബ്രെയിനിനെ ട്രിഗർ ചെയ്യുന്ന ബൈയിങ് ട്രിഗേഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓഫറുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പോയിന്റ്. ദെൻ നമ്മുടെ ബിസിനസ് മോഡലിനകത്ത് അപ്സെല്ല് ചെയ്യണം, റീസെല്ല് ചെയ്യണം, ക്രോസ് സെല്ല് ചെയ്യണം. അപ്പോൾ ഈ അപ്സെൽ, റീസെൽ, ക്രോസ് സെൽ, സെയിൽസിലെ കുറച്ച് സ്ട്രാറ്റജീസ് ആണ് നമുക്ക് സെയിൽസ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഫേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മുടെ പ്രൊഡക്റ്റുകൾ അപ്സെൽ ചെയ്യാനും റീസെൽ ചെയ്യാനും ക്രോസ് സെൽ ചെയ്യാനും പറ്റണം. ആൻഡ് ഓൾസോ ദ കസ്റ്റമർ റിറ്റൻഷൻ, വന്നിരിക്കുന്ന കസ്റ്റമർ ഒരുപാട് മാർക്കറ്റിങ്ങും സെയിൽസും എക്സ്പെൻസസ് എല്ലാം മുടക്കി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും ഒരു കസ്റ്റമർ നമ്മൾ ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടാവുക. ആ ബിസിനസ്സിൽ എത്തിയ കസ്റ്റമറെ റിറ്റെയിൻ ചെയ്യണം, നിലനിർത്താൻ ചെയ്യേണ്ട സ്ട്രാറ്റജീസ്, കസ്റ്റമർ റിറ്റൻഷൻ സ്ട്രാറ്റജീസ് നമ്മൾ ബിൽഡ് ചെയ്യണം. ആൻഡ് ഓൾസോ ദ ഓപ്പറേഷണൽ പ്ലാൻ, ഏറ്റവും ഭംഗിയായിട്ട് പോകുന്ന ഓപ്പറേഷണൽ പ്ലാൻ സിസ്റ്റം ബിൽഡ് ചെയ്യണം. ബിസിനസ് ഈസ് ഓൾ അബൌട്ട് സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് വേണം അതിനെ ഓട്ടോപൈലറ്റ് മോഡിലേക്ക് ആക്കാൻ. സോ ബിസിനസ് മോഡലിൽ നമ്മൾ കുറച്ച് കീ മെട്രിക്സ് പഠിക്കേണ്ടത് ആണ്, കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്. നമ്മുടെ ബിസിനസ്സിലേക്ക് ഒരു കസ്റ്റമറെ കൊണ്ടുവരുവാനുള്ള കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് എത്രയെന്ന് നിർവചിക്കണം. ആൻഡ് LTV, അങ്ങനെ വന്നൊരു കസ്റ്റമറുടെ ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ, LTV. ആദ്യം ആ കസ്റ്റമർ 500 രൂപക്ക് ഒരു സാധനം മേടിച്ചു, അദ്ദേഹം തന്നെ വീണ്ടും അടുത്ത മാസം 500 മേടിച്ചു, വീണ്ടും അടുത്ത മാസം 500 മേടിച്ചു. സോ ആ കസ്റ്റമറുടെ ലൈഫ് ടൈം വാല്യൂ 500 അല്ല, എത്രയാണ്? 1500 ആണ്. അതാണ് ലൈഫ് ടൈം വാല്യൂ ഓഫ് എ കസ്റ്റമർ, ഉദാഹരണത്തിന്. ഓക്കെ, ദെൻ ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ ആഡിന് സ്പെൻഡ് ചെയ്തിട്ടുള്ള, മാർക്കറ്റിംഗ് സ്പെൻഡ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാമ്പയിന് സ്പെൻഡ് ചെയ്തിട്ടുള്ള അതിൽ നിന്നും നമുക്ക് എത്ര റവന്യൂ വന്നു എന്നുള്ളതാണ് ROI-നേക്കാൾ ഇമ്പോർട്ടൻറ്റ് ROT കൂടെയാണ്, റിട്ടേൺ ഓൺ ടൈം. എത്ര ടൈം കൊണ്ട് നമുക്ക് റവന്യൂ നമ്മുടെ കയ്യിലേക്ക് എത്തി എന്നുള്ളതാണ്. സോ ബിസിനസ് മോഡലിനെ വ്യക്തമായി നിർവചിക്കൂ ബിസിനസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ. സോ ദിസ് ഇസ് എ 0 to 1 സ്റ്റെപ്പ്. ബൈ.